SIP തുടങ്ങാൻ ഡിലേ ആവണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന റീസൺസ് ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, പലർക്കും വേണ്ടത് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേത് പറയുന്നത് നമുക്ക് 1000 രൂപയ്ക്ക് SIP സ്റ്റാർട്ട് ചെയ്താൽ എന്താവാൻ, 1000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വലിയൊരു എമൗണ്ടിലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിലേക്കല്ലേ. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങാനും ഷെയർ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ എൻ്റെ ക്യാഷിന് എന്ത് സംഭവിക്കും. നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് അടുത്ത മാസം തുടങ്ങാം. ഓക്കെ, ശരിയാണ്, നമുക്ക് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് പല നാലാമത്തെ റീസണായിട്ട് പറയുന്നത്. ഇതിൽ വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കംഫർട്ടാണ് ഫ്യൂച്ചർ ബെനിഫിറ്റിനേക്കാളും പലരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന സാധനങ്ങൾ വേണം, ഫ്യൂച്ചറിൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന റീസണൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ കുറേശ്ശെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. അപ്പോഴേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്ത് കംഫർട്ടിലാണ് ഇരിക്കുന്നത്, ആ കംഫർട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്കും ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.